ഇപ്പം കഴിഞ്ഞ ദിവസം VS അച്യുതാനന്ദൻ മരിച്ചപ്പം നമ്മുടെ ഒരു ലേബൽ നമ്മൾ ഭൂമിയിൽ വെച്ചിട്ട് പോകാനേ നോക്കത്തുള്ളൂ. ചോദ്യം ഇതാണ് Gives you more romance, more happiness, more. ചോദ്യം ഇതാണ് അതായത് ഇനി ബ്രോയ്ക്ക് ഒരാഴ്ച ജീവൻ ഉള്ളൂ എന്നിരിക്കട്ടെ, എങ്കിൽ ഇതുവരെ ജീവിച്ച ലൈഫിൽ സാറ്റിസ്ഫൈഡ് ആണോ, ഹാപ്പിയാണോ? സാറ്റിസ്ഫൈഡ് ആണ്. എങ്കിൽ അടുത്ത ഈ 7 ദിവസം ഉണ്ടല്ലോ ഒരാഴ്ച, അന്ന് ആ 7 ദിവസത്തേക്ക് എന്തൊക്കെയായിരിക്കും ചെയ്യുക? അടുത്ത 7 ദിവസം എന്ന് വെച്ചാൽ ഇപ്പം നമുക്കൊരു ജാക്ക് പോട്ട് തരുവാണെങ്കിൽ നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യാൻ നോക്കും. എന്തുകൊണ്ടാണ് ഒരാഴ്ച മാത്രം ജീവിക്കാൻ പറ്റുന്നത് ജാക്ക് പോട്ടായിട്ട്? അതായത് എല്ലാത്തിനും ഒരു ലിമിറ്റ് ഇല്ലേ, അതുകൊണ്ട് ഇനി 7 ദിവസം ജീവിക്കുന്നുണ്ടെങ്കിൽ ആരായാലും മാക്സിമം ഇതാരെ നോക്കത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ഒരു നമ്മുടെ ഒരു ലേബൽ നമ്മൾ ഭൂമിയിൽ വെച്ചിട്ട് പോകാനേ നോക്കത്തുള്ളൂ. എങ്ങനെ ആളുകൾ ഓർക്കാനാണ് ഇഷ്ടപ്പെടുന്നത്? എല്ലാവരും നമ്മളെപ്പറ്റി നല്ല ഓർക്കുക. ഇപ്പം കഴിഞ്ഞ ദിവസം VS അച്യുതാനന്ദൻ മരിച്ചപ്പം പുള്ളി ഇപ്പം 102 വയസ്സുള്ള പുള്ളി സാധാരണ മരിച്ച എന്നാ പറയുന്നേ, പക്ഷേ പുള്ളിയുടെ ആ ഇത് പറയുമ്പോൾ മാക്സിമം നമ്മൾ സന്തോഷമായിട്ടിരിക്കുക. 7 ദിവസം ഇനിയും ജീവിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ പിണക്കങ്ങളും ഇണക്കങ്ങളും എല്ലാം ഉണ്ടാവും. അപ്പം നമ്മൾ പിണങ്ങിയിരിക്കുന്ന ആൾക്കാരുണ്ടാവും. ചിലപ്പോൾ നമുക്ക് മനസ്സിൽ എന്തെങ്കിലും വിദ്വേഷങ്ങളോ കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരുണ്ടാവും. പക്ഷെ നമുക്ക് മുന്നോട്ടുള്ള ജീവിതം ഇനി ഉണ്ടാകുകയെന്ന് ഓർക്കുമ്പോൾ പിന്നെ അതൊന്നും വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ എല്ലാവരെയും നമ്മൾ ഒത്തൊരുമിച്ച് ഒന്നായിട്ട് കണ്ട് ആ 7 ദിവസം നമ്മൾ സന്തോഷമായിട്ട് മുന്നോട്ട് പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. സന്തോഷം പങ്കിടാൻ ബ്രോ എന്തൊക്കെയായിരിക്കും ചെയ്യുക? അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. നമുക്ക് സ്വയം നമുക്ക് സന്തോഷിക്കാം, നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്ത്. അല്ലാതെ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യാം, നമുക്ക് സഹായിക്കാം മറ്റുള്ളവരെ. അതിൽ നിന്ന് നമുക്ക് സന്തോഷം കണ്ടെത്താം. അപ്പം മാക്സിമം നമ്മൾ ജാതി മതവും കാശോ ഒന്നും നോക്കാതെ സൗഹൃദത്തിൻ്റെ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാം 7 ദിവസം. അങ്ങനെ ബ്രോ ഡാൻസർ ഇതുവരെ ജീവിച്ച ഫുള്ളി സാറ്റിസ്ഫൈഡ് എന്ന് അങ്ങനെ പറയാൻ പറ്റില്ല. ഇനി 7 ദിവസം കിട്ടിയാൽ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ 7 ദിവസത്തിൽ നമുക്കൊന്നും ചെയ്യാനും പറ്റില്ല. ഇത്ര വർഷം നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ലെന്നുണ്ടെങ്കിൽ അടുത്ത 7 ദിവസം കൊണ്ട് നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനും ഇല്ല. അങ്ങനെ പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഒറ്റ ദിവസം കൊണ്ടായിരിക്കല്ലേ ജീവിതം മാറുന്നത്. അങ്ങനെ ആവാം, പക്ഷേ പ്രതീക്ഷ അതേ ഉള്ളൂ. ഹോപ്പ് ഫോർ ദി ബെസ്റ്റ്. എങ്ങനെയായിരിക്കും അപ്പോൾ ഈ 7 ദിവസം അപ്പം സ്പെൻഡ് ചെയ്യുക? ഇവൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ നമുക്ക് ലൈഫിൽ എന്തെങ്കിലും പിണക്കങ്ങളോ അതൊക്കെ തന്നെ അവരോട് ഇപ്പം നമ്മുടെ ഭാഗത്തുനിന്ന് മിസ്റ്റേക്ക് ആണെന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് സോറി പറയുക, അവരുമായിട്ട് പിന്നെ ഇതാവുക, അതേ ഉള്ളൂ. ആൾക്കാരെ ഹാപ്പി ആക്കുക. നിങ്ങളെ സാറ്റിസ്ഫൈഡ് ആണോ? അതെ. എങ്കിൽ അടുത്ത 7 ദിവസം എങ്ങനെയായിരിക്കും സ്പെൻഡ് ചെയ്യുക? അടുത്ത 7 ദിവസം പിന്നെയും ജീവിക്കും. എന്തൊക്കെയായിരിക്കും ചെയ്യുക? അടിക്കും വലിക്കും പരിപാടിയൊക്കെ ചെയ്യാതെ തന്നെ. ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല. എന്തൊക്കെയായിരിക്കും ലൈഫ് നെക്സ്റ്റ് 7 ഡേയ്സിൽ ചെയ്യുക? സത്യം. നെക്സ്റ്റ് 7 ഡേയ്സ് എനിക്ക് കുറെ സ്ഥലങ്ങൾ ഇനിയും കാണണം എന്ന് ആഗ്രഹമുണ്ട്. അവിടേക്ക് പോവും. അതന്നെ. ഏതൊക്കെ സ്ഥലങ്ങൾ കാണാൻ? ഈ ഇന്ത്യ വിട്ട് എവിടെയെങ്കിലും, അത്രേ ഉള്ളൂ. നമുക്ക് ശരിയെന്ന് തോന്നണം. നമ്മൾ ഇത്ര നാൾ ചെയ്തു, അപ്പൊ ഇത്ര നാൾ ചെയ്തതിൽ എക്സ്പീരിയൻസ് നമുക്ക് മനസ്സിലാവും ആൾക്കാർക്ക് എങ്ങനെയായിരുന്നു വേണ്ടത് എന്നുള്ളത് പഠിച്ചു. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ അഭിനയിക്കാൻ തുടങ്ങും. എന്നുവെച്ചാൽ എല്ലാവർക്കും ഹാപ്പി ആയിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് ഉള്ള പെരുമാറ്റവും സംസാരവും മറ്റുള്ളവർക്ക് ഹാപ്പി ആവാൻ വേണ്ടിയിട്ട് നമ്മുടെ റിയൽ ക്യാരക്ടർ മാറ്റിയിട്ട് നമ്മൾ ചിലപ്പോൾ കുറച്ച് അഭിനയിക്കേണ്ടി വരും. അങ്ങനെ കുറച്ച് ജീവിച്ച് എല്ലാവരോടും ഹാപ്പി ആയിട്ടിരിക്കാനായിട്ട് ശ്രമിക്കും. അടുത്ത 7 ദിവസം ലൈക്ക് പോകുമ്പോൾ ഞാൻ പോരായ്മകൾ നമ്മൾ റിയൽ ആയിട്ട് ജീവിച്ചപ്പോ പോരായ്മകൾ എന്ന് തോന്നിയത് നമ്മൾ നികത്താൻ തുടങ്ങും. അത് ചിലപ്പോൾ നമ്മുടെ ക്യാരക്ടറിൽ നിന്ന് വിട്ടിട്ട് നമ്മൾ പെരുമാറേണ്ടി വരും, ജീവിക്കേണ്ടി വരും. അതൊന്ന് ചെയ്തു മറന്ന്. അതായത് ഇനി ഒരാഴ്ചയെ ആയുസുള്ളൂ എന്നിരിക്കട്ടെ, അപ്പോൾ ഇതുവരെയുള്ള ലൈഫിൽ സാറ്റിസ്ഫൈഡ് ആണോ? പിന്നെ അടുത്ത 7 ദിവസങ്ങളെ എങ്ങനെയായിരിക്കും സ്പെൻഡ് ചെയ്യുക? ഞാൻ ഓൾമോസ്റ്റ് സാറ്റിസ്ഫൈഡ് ആണ്. എന്നാലും കുറച്ച് കാര്യങ്ങളുണ്ട് ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട്. അതായത് കുറച്ചും കൂടി ലൈഫ് എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ട്. വാട്ട് ഡു യു മീൻ ബൈ എക്സ്പ്ലോർ ഇൻ യുവർ ഓൺ ടേംസ്? ട്രാവൽ ചെയ്യണം കുറച്ചും കൂടി. കാരണം കഴിഞ്ഞ കുറെ 10 വർഷം ഇങ്ങനെ പണിയും ബിസിനസ്സൊക്കെ ആയിട്ട് നടക്കണതാണ്. ഇനിയിപ്പോൾ കുറച്ച് ലൈഫ് എൻജോയ് ചെയ്യണമെന്നുണ്ട്. ഒരാഴ്ചയിട്ട് ഒബ്വിയസ്ലി എന്തായാലും എൻജോയ് ചെയ്യും. അങ്ങനെ അടിച്ച് ഇവിടെ വൈബ് അടിച്ചാണ്.
അല്ല സാറ്റിസ്ഫൈഡ് ആണ്. ആ സെറ്റ് എന്തായിരിക്കും ചെയ്യുക? വൈബ് എന്ന് ഉദ്ദേശിച്ചത് എന്താണ് ബ്രോയ്ക്ക് വൈബ്? കറങ്ങി അടിച്ച് നടക്കും. ഫ്രണ്ട്സിനൊപ്പം ഇതുപോലെ തന്നെ അങ്ങോട്ടേക്ക് പോയാൽ മതി. പിന്നെ സാറ്റിസ്ഫൈഡ് ആണ്. സാറ്റിസ്ഫൈഡ് ബ്രോ. എങ്ങനെയായിരിക്കും അപ്പം? ഫ്രണ്ട്സിൻ്റെ കൂടെ കറങ്ങി അടിച്ച് എങ്ങനെയായിരിക്കും സ്പെൻഡ് ചെയ്യും? സ്പെൻഡ് பண்ணுவோம். எப்படி ஸ்பெண்ட் பண்ணுவேன் நெக்ஸ்ட் 7 days? தமிழ் எங்களை பரையாது. தமிழ் வராது. தமிழ்ல சொல்லுங்க. கொலாம். இനി எப்படி ஸ்பெண்ட் பண்ணுவேன்? നന്നായിട്ട് സ്പെൻഡ് ചെയ്തു. எது நல்லது? லைக் ஃப்ரெண்ட்ஸோட கூட போற ഫ്രണ്ട്സ് കൂടെ പോறது, ബൈക്ക് റൈഡ്, കാർ റൈഡ്, എക്സെട്രാ എക്സെട്രാ എക്സെട്രാ. ഓക്കെ. സാറ്റിസ്ഫൈഡ് ആണെന്ന് വെച്ചാൽ ഓക്കെ. എന്തെങ്കിലുമൊക്കെ പുതുതായിട്ട് എന്തെങ്കിലും ട്രൈ ചെയ്യണം. സോളോ ആയിട്ട് എവിടെയെങ്കിലും പോകാന്നൊക്കെ ഉണ്ട്. പിന്നെ ഫ്രണ്ട്സിന്റെ കൂടെ പോകണം. അങ്ങനെ ഓരോ അഡ്വഞ്ചേഴ്സ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ട്രിപ്പ് നോക്കണം. അതൊന്നും നടക്കാറില്ല. നടക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അല്ല അപ്പം ആ നെക്സ്റ്റ് 7 days എങ്ങനെയൊക്കെ സ്പെൻഡ് ചെയ്യുന്നത്? ഇപ്പൊ കൊച്ചി ഒന്നുമില്ല, കുറച്ച് ദിവസം കൊച്ചി സ്പെൻഡ് ചെയ്യാ, പിന്നെ എങ്ങോട്ടേലൊക്കെ പോവാം. ഇനി അതിന്റെ അടുത്ത് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഞാൻ ഇത് 7 ദിവസം കിട്ടുവാണെങ്കിൽ ഞാൻ ട്രാവൽ ചെയ്യാം. ട്രാവൽ വെച്ചാൽ ഫുള്ള് വണ്ടി ഓടിക്കുക, പിന്നെ കൂട്ടുകാരോട് കൂടുക, കണ്ടറ അടിക്കുക, ആ ഒരു സെറ്റപ്പ്, ആ ഒരു മൂഡ് പിടിച്ച് പിന്നെ വീട്ടുകാരുടെ കൂടെ കുറച്ച് സ്പെൻഡ് ചെയ്യുക, അതൊക്കെ ഉള്ളൂ. അല്ലാണ്ട് അടിച്ചു പൊളിച്ചിരിക്കുക, അത്രേ ഉള്ളൂ. ബ്രോയ്ക്ക് ഇനി 7 ദിവസമേ ആയുസുള്ളൂ എന്നിരിക്കട്ടെ. ഓക്കെ. അപ്പോൾ ഇതുവരെയുള്ള ലൈഫിൽ ബ്രോ സാറ്റിസ്ഫൈഡ് ആണോ? ഒരിക്കലുമല്ല. എങ്കിൽ അടുത്ത ഈ 7 ദിവസം ബ്രോ എന്തായിരിക്കും ചെയ്യുക? അങ്ങനെയൊക്കെ ചോദിച്ചാ നാട്ടിലൊക്കെ ഒന്ന് പോകും, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് കാണും. ഇവിടെയല്ല, അല്ല, എൻ്റെ വീട് മലപ്പുറം. അപ്പോൾ നാട്ടിലൊക്കെ പോകും, ഫ്രണ്ട്സിനെ കാണും, അമ്മനച്ഛനെ കാണും, ഒന്ന് എൻജോയ് ചെയ്യും മൊത്തം. അത്രേ തന്നെ ഉള്ളൂ. എന്തൊക്കെയാണ് എൻജോയ് ചെയ്യുന്ന കാര്യങ്ങൾ? ഫ്രണ്ട്സ്, ഫാമിലി? ഫാമിലി അങ്ങനെ ഫ്രണ്ട്സാണൊക്കെ അങ്ങനെ തന്നെ. നാട്ടിലെ ഫ്രണ്ട്സ്, അത്രേ ഉള്ളൂ. ഇതുവരെ ജീവിച്ച ജീവിതത്തിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ്? ഓഫ് കോഴ്സ്. എങ്കിൽ ഈ അടുത്ത 7 ദിവസം എങ്ങനെയായിരിക്കും സ്പെൻഡ് ചെയ്യുക? അടുത്ത 7 ദിവസം ബാങ്ക് മണി ഫുൾ വിഡ്രോ ചെയ്യും, എന്നിട്ട് അടിച്ചു പൊളിക്കും. എന്തൊക്കെയായിരിക്കും ചെയ്യുക? ട്രാവൽ ചെയ്യും, ഇഷ്ടമുള്ള ഫുഡൊക്കെ വാങ്ങിച്ച് കഴിക്കും, പറ്റുന്ന പോലെയൊക്കെ കുറച്ച് പേരെയൊക്കെ ഹെൽപ്പ് ചെയ്യും, അത്രയൊക്കെ. സെയിം ചോദ്യം. സാറ്റിസ്ഫൈഡ് എന്തൊക്കെയാണ് അടുത്ത 7 ദിവസം ചെയ്യുക? 7 ദിവസം മാക്സിമം എൻജോയ്. എന്താണ് എൻജോയ്മെന്റ് ആയിട്ട് ഉള്ളത്? ഓരോരുത്തർക്കും എൻജോയ്മെന്റ് വ്യത്യാസമായിരിക്കുമല്ലോ. അപ്പോൾ അത് ട്രാവലിംഗ്, ട്രാവൽ മൂഡിലുള്ള എല്ലാ കാര്യങ്ങളും. ഞാൻ വേറെ കൺട്രീസിലൊക്കെ പോകും, ജപ്പാൻ എസ്പെഷ്യലി. പിന്നെ ഇങ്ങനെ 7 ദിവസമേ ഉള്ളൂ. 7 days. വിത്തിൻ 7 days ജപ്പാൻ ഇത് കിട്ടാൻ പാടാണ്. ആ എന്നാലും ഞാൻ ജപ്പാനിൽ പോയി പറ്റുന്നത്രയും വയറിലേക്ക് കാണാവുന്ന കൂട്ടി എനിക്ക് പറ്റുന്നത്രയും. സാറ്റിസ്ഫൈഡ് ആണോ ഇതുവരെ? ഇതുവരെ സാറ്റിസ്ഫൈഡ് ആണ്. ഇനി ഈ 7 ദിവസം, അതല്ലേ ചോദ്യം. ഈ 7 ദിവസം ഞങ്ങൾ തകർക്കും, അടിച്ചു പൊളിക്കും. 7 ദിവസം എന്തൊക്കെയായിരിക്കും? എന്നാൽ 7 ദിവസം ഞങ്ങൾ എങ്ങനെ എൻജോയ് ചെയ്യുന്നു അല്ലേ? എങ്ങനെ എൻജോയ് ചെയ്യുന്ന വെച്ചാൽ 7 ദിവസം യാത്ര, എവിടെയൊക്കെ പോകാമോ മാക്സിമം അവിടെ എല്ലാം പോവും. എന്തെല്ലാം കഴിക്കാമോ അതെല്ലാം കഴിക്കും. എങ്ങനെയൊക്കെ സന്തോഷിക്കാമോ അതൊക്കെ ഞങ്ങൾ സന്തോഷിക്കും. ഒറ്റയ്ക്കാണോ അത് കൂടെ ആയിരിക്കും? കൂടെ ഹസ്ബൻഡും ഉണ്ടാവും. ഞങ്ങളെന്ന് പറയുമ്പോൾ ഞങ്ങൾ കണ്ടുവരും. അതെ അത് തന്നെയാണ്. ഇപ്പം എനിക്കും പറയാൻ അതാണേ ഉള്ളൂ. പരമാവധി എൻജോയ്മെന്റ് ചെയ്യാന്ന് ഉള്ളതാണ്. എങ്കിൽ പോലും ആരെങ്കിലുമൊക്കെ അതിനകത്ത് ഉൾപ്പെടുത്തി, ഇപ്പം നമ്മുടെ ഫാമിലി ഉള്ളവരോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആരെങ്കിലുമൊക്കെ ഉൾപ്പെടുത്തി ആ ഹാപ്പിയിൽ മുന്നോട്ട് പോകണം. 7 ദിവസമല്ലേ ഉള്ളൂ നമുക്ക് കിട്ടുന്നുള്ളൂ. അപ്പം നമ്മൾ 7 ദിവസം കഴിഞ്ഞാലും നമുക്കൊരു നല്ലത് കേൾപ്പിക്കാൻ ജീവിച്ചിരുന്നാലും അത്രേ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ വേണമല്ലോ. അത് പേഴ്സണൽ എൻജോയ്മെൻറ്റ് മാത്രം അല്ലാതെ ഒരാൾക്കെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ആരെങ്കിലും വേണം ചെയ്യാൻ പറ്റുന്നെങ്കിൽ അതോടെ ചെയ്യാൻ ശ്രമിക്കും. യാത്ര തന്നെയാണ്. അറ്റ്ലീസ്റ്റ് വേൾഡ് ടൂർ ചെയ്യണം എന്നുള്ളതാണ് ഒരു ആഗ്രഹം. പക്ഷെ അത് നടന്നില്ലെങ്കിലും ഇന്ത്യ മൊത്തമെങ്കിലും ഒന്ന് കാണാൻ പറ്റുമോ എന്നുള്ളത് ട്രൈ ചെയ്യും. മൊത്തം കാണാൻ പറ്റില്ല, പക്ഷേ 7 ദിവസം കൊണ്ട് യാത്രകളൊക്കെ ചെയ്യുക എന്നുള്ളതാണ് മെയിൻലി. ഫാമിലിയായിട്ട് പോകാനായിട്ട് സാറ്റിസ്ഫൈഡ് ആണ്? തീർച്ചയായിട്ടും ഓഫ് കോഴ്സ്. മോൻ എൻജോയ് ചെയ്താൽ മതി ലൈഫ്. മോൻ എന്നെ കുറിച്ച് ആലോചിക്കണം.
If you would die next week, you know that. Okay. So, would you say that you're happy with your life so far? That's a deep question. Yeah, relatively so. So, how would you spend this next 7 days? Next 7 days, doing exactly what I've been doing the past 7 days. Spend time with the family and spend about Kerala. What about you? Yeah, sure, same. It's like last some years was really nice. I would like to continue that if I will be like, okay, at least last few years were nice, yeah. Not all years I meant, last few years, yeah. So, you're satisfied with your life. So, how would you spend that next 7 days? You mean after human or just after this day? And so, you are about to die next week. Okay. Sure, So, this week. Okay, this week. Okay. I will travel a lot. And I'll go to maximum places I dream to visit. But still, we both likes to travel. We both like to travel. which is your favorite place? Switzerland. I already went there. We would like to go there again. And the traveling gives you more romance, more happiness, more, instead of just staying in the house or instead of just going somewhere nearby, go somewhere far. And you can see the difference, like culture difference, the people, how they are, the food and everything. Then you will realize how small was our world here. There's a big world outside than here our hometown. So that's like a I don't know how to explain it. Maximum എത്രത്തോളം ട്രാവൽ ചെയ്യാൻ പറ്റുമോ അത്രയും അതാണ് ഹാപ്പിനെസ് ലൈഫിൽ. Do you think that Malus have a congested mindsets considering the world? ഞാൻ പുറത്ത് വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, നമുക്കിവിടെ വർക്ക് ലൈഫ് ബാലൻസ് ഇല്ല. നമ്മൾ മാക്സിമം ടൈം വർക്ക് ചെയ്യുക. 8 ദിവസം അല്ല 7 ദിവസം ഉണ്ടെങ്കിൽ 7 ദിവസം മാക്സിമം വർക്ക് ചെയ്യുക. ഒരു ദിവസം ഓഫ് കിട്ടിക്കഴിഞ്ഞാൽ ഭാഗ്യം. ആ ഒരു ദിവസം നമുക്കൊന്നിനും സമയമില്ല. നമ്മൾ ഫാമിലിയുടെ കൂടെ ഒന്ന് പുറത്തു പോകാനോ അല്ലെങ്കിൽ അവരുടെ കൂടെ ഒന്ന് കറങ്ങാൻ അതിനൊന്നും സമയമില്ല. വേറെ ഒത്തിരി നമുക്ക് പ്രാരാബ്ദങ്ങളുടെ ഇടയ്ക്കാണ് അല്ലേ. പക്ഷെ പുറത്ത് ഇവരൊക്കെ അവരെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ മാക്സിമം ടൈം വർക്ക് ചെയ്യാനല്ല നോക്കണേ, അവർക്ക് ലൈഫും വേണം. അവരിപ്പോൾ ഒരു ആഴ്ച 3 ഡേയ്സ് അല്ലെങ്കിൽ 4 ഡേയ്സ് വർക്ക് ചെയ്യും, സ്റ്റോപ്പ്. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു 12 hours ആണെങ്കിൽ അല്ലെങ്കിൽ 8 to 5 വർക്ക് ചെയ്തു, സാറ്റർഡേ സൺഡേ ഒരു ഓഫാണ്. അവർ പുറത്ത് പോവുക, അടിച്ചു പൊളിക്കുക. അവർ പറയുന്നത് നമ്മുടെ മെൻ്റൽ ഹെൽത്തും ഇമ്പോർട്ടൻ്റ് ആണ്. കുറേ കാശുണ്ടാക്കിയിട്ട് മെൻ്റൽ ഹെൽത്ത് ബാക്കിൽ പോയി കഴിഞ്ഞാൽ നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല. ശരിയല്ലേ? സ്ട്രെസ്ഫുൾ ആയിരിക്കും ലൈഫ്. അതുകൊണ്ടാണ് പകുതി ആളുകൾക്കും നമ്മുടെ ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റാത്തത്. കാരണം നമ്മൾ എൻജോയ് ചെയ്യും, നമ്മുടെ ലൈഫ് ബാലൻസ് ഇല്ല ഇവിടെ. അതാണ് മെയിനായിട്ട് ഇവിടെ കണ്ടൊരു വ്യത്യാസം ലൈഫായിട്ട്. സാറ്റിസ്ഫൈഡ് ആണ്. എങ്കിൽ അടുത്ത 7 ദിവസങ്ങൾ എങ്ങനെയായിരിക്കും സ്പെൻഡ് ചെയ്യുക? ചെയ്യാൻ ആഗ്രഹമുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കും. പിന്നെ കാശൊക്കെ ഉള്ളതെല്ലാം അടിച്ചു തീർത്തു. അങ്ങനെയൊക്കെ തന്നെ അടിച്ചു പൊളിച്ചു. എന്താണ് അങ്ങനെ ആഗ്രഹം ഉണ്ടായിട്ടും ചെയ്യാതിരുന്ന കാര്യം എന്താണ്? അത് എന്നെക്കാളും അവനോട് എനിക്കങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. അത്യാവശ്യം ആഗ്രഹങ്ങളെല്ലാം സാധിച്ചിട്ടുണ്ട്. ബ്രോയുടെ അടുത്ത 7 ദിവസങ്ങൾ എങ്ങനെയായിരിക്കും? അങ്ങനെയൊന്നുമില്ല, അടിച്ചുപൊളിച്ച് ജീവിക്കുക, അത്രേ ഉള്ളു. എന്താണ് ബ്രോയ്ക്ക് അടിച്ചുപൊളിയായിട്ടുള്ളത്? ലൈഫ് പ്രത്യേകിച്ചൊന്നും ഇല്ല. ആ ചോദ്യം ഇതാണ്. അതായത് ബ്രോയ്ക്ക് ഇനി ഒരാഴ്ചയെ ആയുസുള്ളൂ എന്നിരിക്കട്ടെ. അപ്പോൾ ഇതുവരെയുള്ള ലൈഫിൽ ബ്രോ സാറ്റിസ്ഫൈഡ് ആണ്? സാറ്റിസ്ഫൈഡ് ആണ്. എങ്കിൽ അടുത്ത 7 ദിവസം എങ്ങനെയായിരിക്കും സ്പെൻഡ് ചെയ്യുക? ഒരാഴ്ച ആയിട്ടുള്ള എല്ലാ പൈസ വെച്ചിട്ട് എൻജോയ് ചെയ്യും. എന്താണ് ബ്രോയ്ക്ക് എൻജോയ്മെന്റ് ആയിട്ടുള്ള കാര്യം? എൻജോയ്മെന്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ പിന്നെ പബ്ബ് പോവാ, ഉള്ള പൈസ വെച്ച് എന്തെല്ലാം പറ്റുമോ അതെല്ലാം എൻജോയ് ചെയ്യാം. വേറെ ഒന്നുമില്ല. ഓക്കെ, താങ്ക് യു.